നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശാന്തമാക്കാം. ദൈവവചനമാണ് നമ്മൾ ശ്രവിക്കാനായിട്ട് പോവുക. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന, മജ്ജയെയും മാംസത്തെയും പോലും കീറിമുറിക്കാൻ സാധിക്കുന്ന വചനമാകുന്ന ദൈവത്തിൻ്റെ ആ ഇരുതലവാള്, അത് നമ്മുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുവാൻ, അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ അത് മാറ്റം വരുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും അധരത്തിലും വഹിച്ചവളായ പരിശുദ്ധ ദൈവമാതാവിനോട് മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടെ നമുക്ക് ഉയർന്ന സ്വരത്തിൽ ഈശോയ്ക്കൊരു സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇതുപോലെ IMS വന്ന് ഒരു വചന പ്രഘോഷണം നടത്തണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ചേട്ടൻ എന്നെ വിളിക്കുകയായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം IMS എനിക്ക് അത്ര അപരിചിതമായ ഒരു സ്ഥലമൊന്നുമല്ല. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുമായി, പ്രത്യേകിച്ച് എൻ്റെ കുടുംബവുമായിട്ടൊക്കെ ഞാനിവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 2 വട്ടമെങ്കിലും. എൻ്റെ അപ്പനൊരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ യാത്രകൾ പോകാനായിട്ട് സാധിക്കുന്നത് അപ്പൻ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ്. അമ്മ ഒരു ടീച്ചറും കൂടിയാണ്. അതുകൊണ്ട് അമ്മയ്ക്കും ഞങ്ങൾക്കും അവധി സമയത്തല്ലാതെ, അപ്പൻ്റെ കൂടെ അല്ലാതെ പുറത്തേക്കെങ്ങും പോകാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പനും അമ്മയൊക്കെ ഒന്നിച്ചായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകാം. അങ്ങനെ ഒരു വട്ടം പുറത്തേക്ക് പോകാനൊക്കെ തയ്യാറായി നിന്ന സമയത്ത് അമ്മ നേരത്തെ തന്നെ ആലോചിച്ച് വഴിയെല്ലാം കണ്ടുപിടിച്ച് തീരുമാനിച്ചു വെച്ചൊരു സ്ഥലമാണ് IMS. ഇവിടെ വന്ന് അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് നിത്യാരാധന ചാപ്പലിൽ കയറിയത് ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. ഇത്ര വലുപ്പമുള്ള ഒരു വിശുദ്ധ കുർബാന ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ അടച്ചിട്ട ഒരു മുറിയിൽ നിശബ്ദതയിൽ ഈശോയോട് കൂടെ ആയിരിക്കാൻ പറ്റുന്ന വലിയ അനുഭവം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് IMS നിന്നാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എനിക്കുമുണ്ട് ഈ IMS കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള ഓർമ്മകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത് എന്നോട് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം, കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എനിക്കറിയാം ഞാൻ കൊല്ലക്കുടിയിലാണ് സൂചി വയ്ക്കാനായിട്ട് വന്നിരിക്കുന്നതെന്ന്. കാരണം എനിക്ക് 33 വയസ്സേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. എന്നെക്കാളും പ്രായമുള്ള, അതോടൊപ്പം വിവാഹ ജീവിതത്തിൽ കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, വിവാഹ ജീവിതാന്തസ്സിൽ കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് 33 വയസ്സുള്ള അവിവാഹിതനായ ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു വിരോധാഭാസം നിലനിൽക്കെ തന്നെ നിങ്ങളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മുതിരുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, കൊല്ലക്കുടിയിലാണ് ഞാൻ സൂചിപ്പിക്കാൻ നിൽക്കുന്നത് എന്നുള്ള ഓർമ്മ എനിക്കുണ്ട്.
എന്തെങ്കിലുമൊക്കെ തെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം കേട്ടോ. അച്ഛനായിട്ട് അധികം കാലമായിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം കേട്ടോ. ശരി, അപ്പോൾ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടുംബം നിങ്ങൾക്കും മറ്റെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദൈവിക സംവിധാനമാണ് എന്ന യാഥാർത്ഥ്യമാണ്. കുടുംബം ഒരു ദൈവിക സംവിധാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബം എങ്ങനെയാണ് ദൈവിക സംവിധാനമായത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏടുകളിൽ തന്നെ, അതായത് ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ഏടുകളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലാണ് നമുക്കത് കാണാനായിട്ട് പറ്റുക. ഉൽപ്പത്തി പുസ്തകം പറയുന്നതനുസരിച്ച് ദൈവം എല്ലാം സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടി കഴിഞ്ഞിട്ട് ദൈവം നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായിരിക്കുന്നു. ആകെ ദൈവം നന്നായിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയാവോ? മനുഷ്യൻ അല്ല കേട്ടോ, മനുഷ്യൻ അന്ന് കൊള്ളാമായിരുന്നു, ഇന്നൊക്കെയാ ഇച്ചിരി മോശമായിരിക്കുന്നത്. അത് ബെറ്റർ ആക്കാനായിട്ട് ദൈവം പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ ആദ്യത്തെ നോട്ടത്തിൽ മനുഷ്യനെ നോക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ആദ്യം ഒരു കുറവ് തോന്നിയത് ഈ കാര്യത്തിലായിരുന്നു. ഏത് കാര്യത്തിലാണെന്ന് പറയാൻ പറ്റുമോ? വചനം പറയുന്ന ഇതാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുണ്ടായ ആദ്യത്തെ തിരിച്ചറിവ്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകക്കാരൻ പറയുന്ന ആദ്യത്തെ കമന്റ് ഇതാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അവിടം മുതലാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ദൈവം ഒരു വലിയ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുക. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം, ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദൈവം തുനിയുകയാണ്, ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഇവന് ചേർന്ന ഒരു ഇണയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. പിന്നെ ദൈവം സൃഷ്ടിച്ച സകല ജാതിയെയും സകല മൃഗങ്ങളെയും എല്ലാത്തിനെയും ദൈവം ഇവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വചനം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഇവന് അതിൽ നിന്ന് അവന് ചേർന്ന ഒരു ഇണയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്ന് ദൈവം വിചാരിക്കുന്ന ഈ സൃഷ്ടി മുഴുവൻ മുമ്പിലെത്തിയിട്ടും മനുഷ്യന് സ്വന്തമായിട്ട് തനിക്ക് ചേർന്ന ഒരു ഇണയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 7-ാം ദിവസം സൃഷ്ടിയെല്ലാം അവസാനിപ്പിച്ച ദൈവം ഒരു പുതിയ സൃഷ്ടി നടത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ ഉറക്കിക്കിടത്തിയിട്ട് അവന്റെ വാരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവിൽ പുതിയൊരു സൃഷ്ടി ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ചരിത്രം ഇവിടെയാ തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കുടുംബത്തിന്റെ ചരിത്രം തുടങ്ങുന്നു. അതിനുശേഷം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ കൂടെ ദൈവം കാട്ടിത്തരുന്നതും ഉൽപ്പത്തി പുസ്തകക്കാരൻ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തക കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: സ്ത്രീയെ ദൈവം മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ് അവൻ ഈ സ്ത്രീയെ തൻ്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നു. അവന് ചേർന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ ഇതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം പിന്നെ ഒരു പ്രോട്ടോകോൾ വെക്കുക. നരനിൽ നിന്നെടുക്കപ്പെട്ടത് കൊണ്ട് ഇവൾ ഇന്നു മുതൽ നാരി എന്നറിയപ്പെടും. കൂടാതെ അപ്പനെയും അമ്മയും വിട്ടിട്ട് പുരുഷൻ ഭാര്യയോട് ചേരുകയും അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, കുടുംബത്തിന്റെ ചരിത്രം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ നാളുകളിൽ നമ്മൾ കാണുന്നത് പോലെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ തന്നെ നമ്മൾ കാണുന്നത് പോലെ, കുടുംബത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയോളം തന്നെ പഴക്കമുള്ള ഒന്നാണ്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ,
ഇതാണ് കുടുംബത്തെക്കുറിച്ച് ബൈബിള് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കുടുംബം ഇതാണ്. ഇനി രണ്ടാമത്, തിരുസഭയുടെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു കുടുംബം? നിങ്ങളെല്ലാം തന്നെ മാരേജ് കോഴ്സ് കൂടിയ ആൾക്കാരാണ്. ഞാൻ കൂടിയിട്ടില്ല കേട്ടോ. നിങ്ങളെല്ലാം മാരേജ് കോഴ്സ് കൂടിയ ആൾക്കാരാണ്. എന്താ കുടുംബം എന്നാണ് പണ്ട് നിങ്ങൾ പഠിച്ചത്? അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പനും അമ്മയും മക്കളും ചേരുന്ന ഒന്നാണോ കുടുംബം? അതോ മറ്റു വല്ലതുമൊക്കെ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടോ? തിരുസഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ജീവിത അന്തസ്സാണ്. വിവാഹം എന്ന ജീവിത വെളിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതാന്തസ്സാണ് തിരുസഭയുടെ കാഴ്ചപ്പാടിൽ കുടുംബം. നമുക്കറിയാം 4 തരത്തിലുള്ള ജീവിതാന്തസ്സുകളാണ് തിരുസഭ നമുക്ക് വെച്ച് നീട്ടുന്നത്. ഒന്നാമത്തേത് പൗരോഹിത്യമാണ്, രണ്ടാമത്തേത് സന്യാസമാണ്, മൂന്നാമത്തേത് വിവാഹമാണ്, നാലാമത്തേത് ഏകസ്വ ജീവിതം. മറന്നു പോകരുത്. ഒന്നാമത്തേത് ഉറക്കെ പറയാവോ? ഒന്നാമത്തേത് പൗരോഹിത്യം, രണ്ടാമത്തേത് ഇച്ചിരി ഉറക്കെ പറഞ്ഞേ സന്യാസം, മൂന്നാമത്തേത് വിവാഹം, നിങ്ങളൊക്കെ ആയിരിക്കുന്ന വിവാഹം, നാലാമത്തേത് ഏകസ്വ ജീവിതം. പൗരോഹിത്യം എന്ന ദാനം സ്വീകരിച്ചിരിക്കുന്നയാളാണ് ഞാൻ. അതായത് ഈശോ മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലാണ് ഞാൻ പങ്കുകാരനായിരിക്കുന്നത്. ജനത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കൂദാശകൾ അനുഷ്ഠിക്കുക, അവർക്ക് വേണ്ടി വചനം പങ്കുവെക്കുക എന്നതൊക്കെയാണ് എൻ്റെ ദൗത്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈശോ മിശിഹായെ പോലെ പഠിപ്പിക്കാനും നയിക്കാനും വിശുദ്ധീകരിക്കാനുമായി ഞങ്ങൾ പുരോഹിതര് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമതായത് സന്യാസം. സന്യാസം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3 പുണ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതമാണ്. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഈ 3 സുവിശേഷ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായി ഈ പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ഞങ്ങൾ ജീവിച്ചോളാമെന്ന് തിരുസഭയുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്ത ശേഷം ആ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ സന്യാസം എന്ന് വിളിക്കുക. ഇനി മൂന്നാമത്തേത് വിവാഹമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലേ? മാതാപിതാക്കൾ, മക്കൾ, ഒരു കുടുംബം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കേറെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. നാലാമത്തേത് ഒരല്പം വ്യത്യസ്തതയുള്ളതാണ്. ഏകസ്വ ജീവിതം എന്ന് പറയുന്നത് ഒരല്പം വ്യത്യസ്തതയുള്ള ജീവിതശൈലിയാണ്. അതൊരു ബാച്ചിലർഹുഡ് അല്ല, മറിച്ച് ഈശോയ്ക്ക് വേണ്ടി വ്രതങ്ങൾ എടുക്കാതെ, പൗരോഹിത്യം സ്വീകരിക്കാതെ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനെയാണ് ഏകസ്വ ജീവിതം എന്ന് വിളിക്കുന്നത്. ഏകസ്വ ജീവിതക്കാരായിട്ടുള്ള കുറേ പേരെയൊക്കെ ഈ പൗരോഹിത്യ വഴിയിൽ കാണാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. തിരുസഭ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല ഏകസ്വ ജീവിതം. എപ്പോഴും നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്നുകിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നവരുണ്ട്, സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്. പകുതിയിൽ കൂടുതൽ പേരും വിവാഹ ജീവിതാന്തസ്സിൽ ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏകസ്വ ജീവിതക്കാർ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. എന്തൊക്കെയായിരുന്നാലും ഈ 4 വിളികളും സഭയിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു വിളിയാണെങ്കിൽ ഈ 4 വിളികൾക്കും അതിൻ്റെതായ ദൗത്യങ്ങളുമുണ്ട്, അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. എല്ലാ വിളികളുടെയും പ്രത്യേകത ഇതാണ്, അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ അയക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകാൻ വേണ്ടി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ദൗത്യങ്ങളായിട്ട് ബൈബിള് നമ്മളോട് പറയുക. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുന്നത്, നീ ഒരു അനുഗ്രഹമാകുമെന്നാണ്. നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ വിളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം എല്ലാ വിളികളുടെയും പുറകിലുണ്ടെന്നുള്ളതാണ്. വിവാഹ ജീവിതം ഒരു വിളിയാണെങ്കിൽ
വിവാഹ ജീവിതാന്തസ് ഒരു ദൈവവിളിയാണെങ്കിൽ പ്രിയമുള്ളവരെ, അതിനും ദൗത്യമുണ്ട്, അതിനും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് വിവാഹ ജീവിതാന്തസ്സിൻ്റെ അകത്തെ ലക്ഷ്യങ്ങൾ? അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരിക്കും? വിവാഹ ജീവിതാന്തസ്സിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്തെങ്കിലും പറയാൻ പറ്റുമോ? വിവാഹ ജീവിതാന്തസ്സിനകത്തെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധരാകുക എന്ന് പറയുന്നതാണ്. വിവാഹ ജീവിതാന്തസ്സിനകത്തെ മാത്രമല്ല, എല്ലാ വിളികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ വിശുദ്ധീകരണമാണ്. വിവാഹ ജീവിതാന്തസ്സിനകത്തെ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കരുതും അച്ഛന്മാരൊന്നും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരല്ലേ, കന്യാസ്ത്രീകൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരല്ലേ, ഏകസ്ഥ ജീവിതക്കാര് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരല്ലേ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്. എല്ലാ വിളികളുടെയും ലക്ഷ്യം മനുഷ്യന്റെ വിശുദ്ധീകരണം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൂടെയാണ്. പൗലോസ്ലീഹ ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ്ലീഹ ആ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്, സഭയെ അഭിസംബോധന ചെയ്യുന്നത് എപ്പോഴും വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരും എന്നാണ്. എല്ലാ ജീവിത വിളികളിലുള്ള സഭാസമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും പൗലോസ്ലീഹ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിതാന്തസ്സുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഓരോ ജീവിത വിളിയിലും ഈ വിശുദ്ധിയിലേക്ക് എത്താനുള്ള വഴികൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരോഹിതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവചന പ്രഘോഷണത്തിലൂടെ, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നതിലൂടെ, കൂദാശകളുടെ അനുഷ്ഠിക്കലിലൂടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുക. ഏകസ്ഥ ജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആണ് അവർക്ക് അവരെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുക. സന്യാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുസരണത്തിലൂടെയും ബ്രഹ്മചര്യത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും സമൂഹ ജീവിതത്തിലൂടെയും ഒക്കെയാണ് അവർക്ക് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിവാഹ ജീവിതാന്തസ്സിലായിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയിലേക്കുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് രണ്ടാണ്. അതിലൊന്നാമത്തത് സ്നേഹം പകരുക, രണ്ടാമത്തത് ജീവൻ പകരുക. മറ്റൊരു ജീവിതാന്തസ്സുകാർക്കും സാധിക്കാത്ത ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ, സ്നേഹം പകരുന്നതിലൂടെയും ജീവൻ പകരുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ഒരു രഹസ്യം ഇതാണ്. ഒരു ഉദാഹരണം. നിങ്ങളൊരു വീട് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് വീടുള്ളവരൊന്ന് കൈവക്കാവോ, കാണട്ടെ. സ്വന്തമായിട്ട് വീടുണ്ട്, ശരി, കൈതാത്തിട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വീട്, ഇത് നിങ്ങൾ ഒരു 5 വർഷത്തേക്ക് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളിത് ആരെ ഏൽപ്പിച്ചു പോകും? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ കൂട്ടുകാരെ ഏൽപ്പിച്ചു പോകാം. അതല്ലെങ്കിൽ ജോലിക്ക് നിങ്ങൾ നിർത്തിയിരിക്കുന്ന ആരെങ്കിലും, കെയർ ടേക്കേഴ്സായിട്ട് നിർത്തിയിരിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഏൽപ്പിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വഴിയെ പോകുന്ന ആരെയെങ്കിലും വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട് ഏൽപ്പിച്ചു പോകുമോ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ശരിയാണോ? ആണോ? നിങ്ങൾക്ക് അവരെ ഉറപ്പില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് അവരെ ഏൽപ്പിച്ചിട്ട് പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ കുടുംബ സംവിധാനത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു.
ഈ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരുറപ്പാണ്, ദൈവം നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു. സാധാരണ എല്ലാവരും ദൈവത്തിലാണ് വിശ്വസിക്കുക, അല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളെന്ന് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ തിരിച്ചു പറയുകയാണ്, ജീവിത വിളികളിലേക്ക്, ജീവിത വഴികളിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്: നിന്നെ നോക്കിയിട്ട് കൊള്ളാമെന്ന് ദൈവത്തിന് തോന്നിയിരിക്കുന്നു, ദൈവം നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു. അതായത് ഈ ജീവിതാന്തസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹം പകർന്നും ജീവൻ പകർന്നും വിശുദ്ധിയിൽ എത്തിച്ചേരുവാൻ നിനക്ക് കഴിവുണ്ട്, നിനക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് നിന്നെ ഈ ദൗത്യം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ? മറ്റാർക്കും എന്നെ വിശ്വാസമില്ലെങ്കിലും ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ടെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്ന ജീവിതാന്തസ്സിനെ ഓർത്ത് ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാവോ? നല്ലപോലെ പറ. നിങ്ങളെ ദൈവം വിശ്വാസത്തിൽ എടുത്തിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് രണ്ട് കൈകളും ഉയർത്തി ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. വിവാഹം നിങ്ങൾ കഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം: ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിവാഹിതരായിരിക്കുന്നത്. ദൈവം നിങ്ങളെ നന്മയെന്ന് കണ്ടെത്തിയത് കൊണ്ട്, നിങ്ങളെ യോഗ്യരാക്കിയത് കൊണ്ട് ദൈവം നിങ്ങളെ ഈ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജീവിതാന്തസ്സിനെ കുറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ തിരുസഭ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ജീവിതാന്തസ്സിനെ കുറിച്ച് നന്ദിയുള്ളവരാകാൻ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ, ഉദാഹരണത്തിന് കുടിയനായിട്ടുള്ളൊരു ഭർത്താവിൻ്റെ മുമ്പിൽ, അംഗീകരിക്കാത്ത ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ, ശാഠ്യക്കാരിയായ ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ ജീവിതത്തെ പലപ്പോഴും നമ്മൾ ശപിച്ചിട്ടുണ്ടാകാം. കല്യാണം കഴിച്ചതിനെ കുറിച്ച് ഈ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ഇത് നന്ദി പറയേണ്ട യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ടാകണം. ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ വിവാഹ ജീവിതാന്തസ്സിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചോർത്ത്, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചോർത്ത് ദൈവത്തെ പഴിക്കാതെ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്ന് തിരുസഭ മാതാവ് നിങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനപ്രഘോഷണമൊക്കെ കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ ജീവിതാന്തസ്സിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സ്നേഹമുള്ളവരെ, വിവാഹ ജീവിതാന്തസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ഉദാഹരണം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ടോം ക്രൂസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടോം ക്രൂസ് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടതായിട്ട് തോന്നുന്നില്ല. ഇവിടെങ്ങുള്ള ആളല്ല, പുള്ളി ഒരു വിദേശിയാണ്. നമ്മുടെ ഇവിടുത്തെ മോഹൻലാൽ ഇല്ലേ, മലയാളത്തിലെ സിനിമാ നടൻ മോഹൻലാൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സിനിമാ നടൻ്റെ പേരാണ് ഈ ടോം ക്രൂസ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഈ ടോം ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാശുള്ള ആളാണ്. ഒരു പടത്തിൽ അഭിനയിക്കുന്നതിന് ഇഷ്ടം പോലെ കാശ് വാങ്ങിക്കുന്നയാളാണ്. ഈ കാശ് കയ്യിലുണ്ടെങ്കിൽ എന്തും വാങ്ങിക്കാമല്ലോ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഈ മനുഷ്യന് ഒരു കാറ് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറത്തെങ്ങാണ്ടുണ്ടാക്കുന്ന ഒരു ബുഗാട്ടി എന്ന് പറഞ്ഞ ഒരു കാറ്, എന്തോ സ്പെഷ്യാലിറ്റി ഉള്ള, ഒരുപാട് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാറാണത്. അത് വാങ്ങിക്കുന്നതിൽ നിന്ന് ആ കമ്പനി തന്നെ അദ്ദേഹത്തെ വിലക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം
എനിക്ക് കിട്ടിയ ഒരു പുത്തൻ അറിവാണത്. ജീവിതകാലത്തൊരിക്കലും എത്ര കാശുമായിട്ട് ചെന്നാലും ഈ മനുഷ്യന് ആ കാറ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടെങ്ങാണ്ട് ഈ മനുഷ്യൻ ആ കമ്പനിയുടെ ഒരു കാറ് വാങ്ങിച്ച് തൻ്റെ ഭാര്യയുമായിട്ട് ഏതോ വലിയ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ പുള്ളി എവിടെയോ വെച്ച് ഈ കാറ് നിർത്തി, ഒരു വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഈ കാറ് നിർത്തി അദ്ദേഹം പുറത്തിറങ്ങി സ്വന്തം ഭാര്യയെ ഈ കാറിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ഡോറ് തുറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഡോറ് തുറന്നില്ല. അദ്ദേഹം 2ാം വട്ടവും ശ്രമിച്ചു, 3ാം വട്ടം ശ്രമിച്ചു, 4ാം വട്ടമാണ് ഈ കാറിൻ്റെ ഡോറ് തുറന്ന് ഭാര്യയെ പുറത്തിറക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചത്. കമ്പനിക്ക് അതൊരു വലിയ അപമാനമായിട്ടാണ് തോന്നിയത്. അവരുണ്ടാക്കിയിരിക്കുന്ന കാറിനെ കുറിച്ചുള്ള അവരുടെ ഒരു വലിയ അഭിമാന ബോധമാണ് ഈ മനുഷ്യൻ്റെ ഒരൊറ്റ പ്രവൃത്തി കാരണം ഇടിഞ്ഞു താണു പോയത്. അതുകൊണ്ട് കമ്പനി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഈ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് എപ്പോഴാണെങ്കിലും എത്ര ലക്ഷം രൂപയായിട്ട്, എത്ര കോടി ഡോളറുമായിട്ട് വന്നാലും തങ്ങളുടെ ഒരു കാറ് പോലും ഈ മനുഷ്യന് ഇനി വിൽക്കത്തില്ലെന്ന്. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കി. ദൈവം എന്ന് പറയുന്ന അങ്ങേയറ്റം വലിയ ഡിസൈനർ നിർമ്മിച്ചിരിക്കുന്ന ഈ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഡിസൈൻ ദൈവം വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം വിശ്വസിച്ച് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഈ ജീവിതാന്തസ്സിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിശ്വസിച്ച് ഇത് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട് ചിലരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രയോ പ്രാവശ്യം ദൈവം ഈ കുടുംബജീവിതത്തിൽ നിന്ന് നമ്മളെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ചെറിയ ചെറിയ തെറ്റുകൾ മൂലം, അല്ലെങ്കിൽ ചെറുതും വലുതുമായ തെറ്റുകൾ മൂലം ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബം എന്നുള്ള വലിയ രഹസ്യത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവമതി ഉണ്ടായപ്പോൾ എത്രയോ പ്രാവശ്യം ദൈവം നമ്മളെ ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ കുടുംബ ജീവിതത്തിലൂടെ ദൈവം ലക്ഷ്യം വെക്കുന്നത് സുവിശേഷവൽക്കരണം തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റു മതസ്ഥരും മറ്റാൾക്കാരും മനസ്സിലാക്കേണ്ടത് കർത്താവിൽ അടിയുറച്ച കുടുംബങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ഔദാര്യത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ കണ്ടാൽ അവര് നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ അയൽപക്കക്കാര് നമ്മളെ എങ്ങനെ വിലയിരുത്തും? നമ്മുടെ കുടുംബജീവിതത്തെ എങ്ങനെ വിലയിരുത്തും? അവരുടെ വിലയിരുത്തൽ അനുസരിച്ചാണെങ്കിൽ എത്രയോ മുമ്പേ ദൈവം എന്നെ ഈ കുടുംബജീവിതത്തിൽ നിന്ന്, കുടുംബജീവിതം എന്ന് പറയുന്ന ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വലിയ ഡിസൈനിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്നോട് കരുണയുള്ളത് കൊണ്ട് വീണ്ടും ഈ ജീവിതാന്തസ്സിലേക്ക് നമ്മളെ ദൈവം വഴി നടത്തുകയാണ്. അതോടൊപ്പം ഈ ജീവിതാന്തസ് എങ്ങനെ കൃത്യമായി കൊണ്ടുപോകണമെന്ന്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ദൈവം നമുക്ക് പല വഴികളിലൂടെ ഇതിനോടകം പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ദൈവാലയങ്ങളിൽ ഞായറാഴ്ച നമ്മൾ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാർ നടത്തുന്ന പ്രസംഗങ്ങൾ, അത് സഭയുടെ പ്രബോധനമാണ്. നമ്മുടെ കുടുംബത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ അഭിമന്യ പിതാക്കന്മാര് നമ്മളെ ചില കാര്യങ്ങൾ ഇടയലേഖനങ്ങളിലൂടെ അറിയിക്കുന്നത് സഭയുടെ പ്രബോധനമാണ്. ഒരുപക്ഷെ നമ്മുടെ വൈദികർ അല്ലെങ്കിൽ നമ്മുടെ സന്യസ്തർ
നമ്മളെ വ്യക്തിപരമായിട്ട് വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ദൈവം അവരിലൂടെ സംസാരിക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ചിലരൊക്കെ നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ ചിലരുടെയൊക്കെ അടുത്ത് ചെന്നിരുന്ന് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന് പോയിട്ടുള്ള പാളിച്ചകളെ മാറ്റി വെക്കാനായിട്ട്, അതിനെ ഒന്ന് തിരുത്തിയെടുക്കാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ അവസരങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ കുറിച്ചും ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു രീതിയാണിത്. ദൈവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രീതിയാണ് ഈ വിവാഹ ജീവിതാന്തസ്. ദൈവമാണ് ഇതിൻ്റെ ക്രിയേറ്റർ. രണ്ടാമത്, കുടുംബമെന്ന് പറയുന്നത് ഒരു ജീവിതാവസ്ഥയാണ്. ആ ജീവിതാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: 1, വിശുദ്ധരായി തീരാനുള്ള വിളി; 2, ഈ ജീവിതാന്തസ്സിലൂടെ സ്നേഹം പകർന്നും ജീവൻ പകർന്നുമാണ് ആ വിശുദ്ധി നമ്മൾ പ്രാപിക്കേണ്ടത്. 3, ഈ ജീവിതാന്തസ്സിൽ ഇന്നും നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ അനുസ്മരിക്കേണ്ട സംഗതി, ദൈവം എന്നെ വിലയുള്ളവളായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വിലയുള്ളവരായി ദൈവം പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ വിവാഹ ജീവിതാന്തസ്സിൽ മുമ്പോട്ട് പോകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കുന്നത് പല വഴികളിലൂടെ. സ്നേഹമുള്ളവരെ, വീണ്ടും നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ദൈവമാണ് ഈ ഒരു ജീവിതാന്തസ് നിർമ്മിച്ചത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദൈവമാണ് ഇതിൻ്റെ കർത്താവ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു സാധനം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതിന് ഇന്നത്തെ കാലത്ത് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു കാര്യമുണ്ട്: ഒരു യൂസർ ഗൈഡ് അല്ലെങ്കിൽ യൂസർ മാനുവൽ. നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് പരിചയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആ സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് അത് ഉണ്ടാക്കിയ ആള് നിശ്ചയിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട അമ്മച്ചിമാരെന്ന് വിളിക്കാമല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ. പ്രിയപ്പെട്ട ചേച്ചിമാര്, നിങ്ങൾ ഒരു കടയിൽ ചെന്നൊരു കുക്കർ വാങ്ങിക്കുന്നെന്ന് വിചാരിച്ചു. കുക്കർ, ഈ കുക്കർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ചിലർ വിചാരിക്കും, എൻ്റെ സ്വന്തമല്ലേ, ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചതല്ലേ, അതുകൊണ്ട് ഈ കുക്കർ എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഈ കുക്കറിൻ്റെ അകത്ത്, ആ കുക്കറിൽ കൊള്ളാവുന്ന അത്രയും വെള്ളവും നിറച്ചു, അതിൻ്റെ അകത്ത് അരി ഇട്ടു. ഈ അരി ഇത് നിങ്ങൾ മൂടി വെച്ച് ഈ അരിയിട്ട ഈ കുക്കർ നിങ്ങൾ കൊണ്ട് വെയിലത്ത് വെക്കുകയാണ്. ചോറാകുമോ? ആകുമോ? ഈ കുക്കർ അതുപോലെ നിങ്ങൾ വെയിലത്ത് കൊണ്ട് വെക്കുകയാണ്. വെയിലിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഈ കുക്കർ വെയിലത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളിത് അടുപ്പി വെക്കുന്നില്ല, വെയിലത്ത് കൊണ്ടുവെക്കുകയാണ്. ചോറാകുമോ ഇല്ലയോ? ആകത്തില്ല എന്ന് നമുക്കറിയാം. ഈ കുക്കർ ഉണ്ടാക്കിയ ആൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു രീതിയാണ്, ഈ കുക്കറിൽ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് അടുപ്പത്ത് തന്നെ വെച്ചേ പറ്റൂ. പ്രിയപ്പെട്ട അച്ചായന്മാര്, നിങ്ങൾ ചെന്ന് ഒരു കാറ് വാങ്ങിക്കുക എന്ന് വിചാരിച്ചു. കാറ് സ്വന്തമായിട്ടുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ആരുമില്ലേ? ബൈക്ക് സ്വന്തമായിട്ടുള്ളവരുണ്ടോ? കുറച്ചു പേരൊക്കെ ഉണ്ട്. ശരി, സമ്മതിച്ചു. ഈ ബൈക്ക് സ്വന്തമായിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ ബൈക്ക് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഓടിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന്, ഞാനും ബൈക്ക് ഓടിക്കുന്നയാളാണ്. നമുക്ക് കമ്പനി പറയുന്നതനുസരിച്ച് ന്യൂട്രലിലിട്ടേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വണ്ടിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ വണ്ടിയാണ്, ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് 4ാമത്തെ ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്റ്റാർട്ടാകുമോ? ഇല്ല. മാത്രമല്ല, എൻ്റെ സ്വന്തം വണ്ടി, എൻ്റെ കാശ് മുടക്കി ഞാൻ വാങ്ങിച്ച വണ്ടിയാണെന്ന് പറഞ്ഞ് ഈ വണ്ടിക്കകത്ത് ഡീസൽ അടിച്ച് ഓടിക്കാൻ നോക്കിയാൽ ഈ വണ്ടി ഓടുമോ?
ഒരിക്കലും ഓടില്ല എന്ന് മാത്രമല്ല, അധികം കാലം ആ വണ്ടി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കാതെ വരും. ഇതുപോലെ തന്നെയാണ് ദൈവം വിവാഹം എന്ന ജീവിതാന്തസ് നിർമ്മിച്ചിട്ട് ഇതിനൊരു യൂസർ ഗൈഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ യൂസർ ഗൈഡ് അനുസരിച്ച് മാത്രമേ ഈ വിവാഹ ജീവിതാന്തസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഈ യൂസർ ഗൈഡ് കാണാനും നമ്മൾ ഈ പുസ്തകത്തെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. വചനത്തെ തന്നെ ആശ്രയിക്കാതെ നമുക്ക് ഈ യൂസർ ഗൈഡ് മുഴുവനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഈ യൂസർ ഗൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെയും 6-ാമത്തെയും അധ്യായങ്ങളിലാണ്. ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നിങ്ങൾ ഇതിനു മുമ്പും തന്നെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വിവാഹത്തിന്റെ സമയത്ത് ശുശ്രൂഷി വായിച്ച ലേഖന ഭാഗം എന്ന് പറയുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിലെ ഏതെങ്കിലും ഭാഗമായിരിക്കും. ഞാനിപ്പോ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഓർക്കുകയും ചെയ്യും. തുടക്കം ഇങ്ങനെയാണ്: ഭാര്യമാരെ, നിങ്ങൾ മാനസാന്തരപ്പെടാനോ? അല്ല കേട്ടോ, ബൈബിള് വായിക്കണം. ഇന്ന് വീട്ടിൽ പോയിരുന്ന് ഇതൊന്ന് വായിക്കണം. ഞാൻ എന്തുമാത്രം പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടെ കണ്ണും ഹൃദയവും ചെല്ലണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാനെങ്കിലും ഇന്ന് നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെയും 6-ാമത്തെയും അധ്യായങ്ങൾ. എഫേസോസ് 5:6. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാനാണോ? തെറ്റിപ്പോയി. ഭാര്യമാരെ, നിങ്ങൾ സഭ കർത്താവിന് വിധേയരായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഇതാണ് പൗലോസ് ശ്ലീഹ ഭാര്യമാർക്ക് നൽകുന്ന യൂസർ മാനുവലിലെ ആദ്യത്തെ വാക്യം. ഭാര്യമാരെ, നിങ്ങൾ സഭ കർത്താവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭർത്താവിന് വിധേയരായിരിക്കുവിൻ. സഭ എങ്ങനെ കർത്താവിന് വിധേയരായിരിക്കുന്നത്? അതുപോലെ ഈ വിധേയപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വിധേയപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, ഞാൻ അങ്ങ് ഇല്ലാതാകുന്നതാണെന്ന് പ്രിയപ്പെട്ട ഭാര്യമാര് വിചാരിക്കരുത്. ഞാൻ തീരെ അങ്ങ് ഇല്ലാതാകുന്നതല്ല ഈ വിധേയപ്പെടൽ. എല്ലാം എൻ്റെ ഭർത്താവ് പറയുന്ന പോലെ. എന്നാൽ വിധേയപ്പെടലിൻ്റെ അർത്ഥം സഭ വ്യാഖ്യാനിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമെന്നാണ്. സമ്പൂർണ്ണ സമർപ്പണം. ഇന്ന് മുതൽ എൻ്റേതായിട്ടൊന്നുമില്ല എന്നും എല്ലാം എൻ്റെ ഭർത്താവിൻ്റെതാണെന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ആനയും അമ്പാരിയും ഉണ്ടായിരിക്കാം. എൻ്റെ അപ്പനെയും അപ്പൂപ്പനെയും തോമാസ് ലീഹ നേരിട്ട് വന്ന് സ്നാനപ്പെടുത്തിയ ആളായിരിക്കാം. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 101 പവൻ്റെ ആഭരണവും പിന്നെ എത്രയാ 1 കോടി രൂപയും കൊണ്ട് വന്ന ആളായിരിക്കാം. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെതാണ്, എനിക്ക് ഒന്നും സ്വന്തമായിട്ടില്ല. പലപ്പോഴും പല കുടുംബങ്ങളിലെയും പ്രശ്നം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഭാര്യമാര് നമ്മുടെ വീടുമായിട്ട്, നമ്മൾ ഉപേക്ഷിച്ച് പോയ നമ്മുടെ അപ്പൻ്റെ വീടുമായിട്ട് ഈ ഭർത്താക്കന്മാരുടെ വീടിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവിടെ ഇങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടിലാണ് നിങ്ങളായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയുടെ വീട്ടിൽ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല എന്നും എല്ലാം നിങ്ങളുടെ ഭർത്താവിൻ്റെതാണെന്നുള്ള ചിന്തയോടുകൂടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് വിധേയപ്പെടലിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഭർത്താവ്
തെങ്ങിക്കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അതും വിധേയപ്പെട്ട് അനുസരിച്ചോളണമെന്നല്ല. ഭർത്താവ് പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനും വിധേയപ്പെട്ടോളാനല്ല. മറിച്ച് അത് പറയേണ്ട രീതിയുണ്ട്, സാഹചര്യമുണ്ട്, സമയമുണ്ട് എന്ന ചിന്തയോടെ ജീവിക്കണം. തീർച്ചയായും പറയേണ്ടത് പറയണം. പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയുണ്ട്, സംസാര രീതിയുണ്ട്, സാഹചര്യമുണ്ട്. കുടുംബത്തിലെ സാഹചര്യം നോക്കണം, സമയമുണ്ട്. എവിടെ, ആരുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറയുന്നത് എന്നും ഓർത്തു വേണം ഭർത്താവിനോട് സംസാരിക്കാൻ. അതോടൊപ്പം സഭയുടെ വിധേയത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സഭ എപ്പോഴും തേടുന്നത് തൻ്റെ മണവാളൻ്റെ ഹിതമാണെന്നുള്ളതാണ്. സഭ എപ്പോഴും തൻ്റെ മക്കളെ നയിക്കുന്നത് തൻ്റെ മണവാളിലേക്കാണ്. സഭ എപ്പോഴും പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഹിതമാണ്. സഭ എപ്പോഴും തേടുന്നത് അവിടുത്തെ ഹിതമാണ്. ഇതാണ് എല്ലാം എൻ്റെ ഭർത്താവിൻ്റെതാണെന്നും ഒന്നും എൻ്റെ സ്വന്തം അല്ലെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ ഭാര്യമാരെ ഉപമിക്കുന്നത് സഭയോടും ഭർത്താക്കന്മാരെ ഉപമിക്കുന്നത് കർത്താവിനോടുമാണ്. പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ഈ പുരുഷന്മാരെല്ലാവരും കൂടെ നിങ്ങളെ അടിച്ചമർത്താനായിട്ടിരിക്കുകയാണ്, പൗലോസ്ലീഹ അങ്ങനെ അടിച്ചമർത്തുന്ന ആളാണെന്നും നിങ്ങൾ വിചാരിക്കരുത്. ഭർത്താക്കന്മാർക്കും ചെറിയ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കാര്യമാണ് കേട്ടോ, വളരെ ചെറിയൊരു കാര്യം. ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഭർത്താക്കന്മാരെ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം തീക്ഷ്ണതയോടുകൂടിയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ വരെ കൊടുത്തുകൊണ്ടാണ്. സ്വന്തം ജീവൻ വരെ, ജീവരക്തത്തിൻ്റെ അവസാന തുള്ളി വരെ കൊടുത്തുകൊണ്ടാണ് കർത്താവ് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്തവളായി തനിക്ക് വേണ്ടി തന്നെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ, കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ സമ്മതമാണ് എന്ന വാക്ക് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യാഥാർത്ഥ്യത്തിൽ. ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അന്ന് സമ്മതമാണ് എന്ന് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ഭാര്യമാരെ അത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാൻ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കേണ്ട പരിഗണന, സ്നേഹം, സമയം, ഈ 3 കാര്യങ്ങളെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുറവുമില്ലാത്തവളായി അവളെ കൊണ്ടു നടക്കാൻ വേണ്ടി, അവളെ തനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാൻ വേണ്ടി അവൻ സ്വന്തം രക്തം അവസാനം വരെ ചിന്തിയവനാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാര് തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം വിധേയരായിരിക്കുവാനുമാണ് പൗലോസ്ലീഹ തുടർന്ന് ഭാര്യാഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുക. സ്നേഹം പകരുന്ന കാര്യത്തെക്കുറിച്ച്, ദൈവം നേരത്തെ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സ്നേഹം പകരുക എന്ന ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ജീവൻ പകരുന്ന കാര്യത്തെക്കുറിച്ചും ഇതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. ജീവൻ പകരുന്നത് നമുക്കറിയാം. കുടുംബജീവിതത്തിൽ നമ്മൾ ജീവൻ പകരുന്നത് നമ്മുടെ മക്കൾക്കാണ്. ഈ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുമ്പോഴാണ് അത് ക്രൈസ്തവ കുടുംബമായി മാറുന്നത് എന്ന് പൗലോസ്ലീഹ പറയും. മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തണം. എന്താണ് ഈ കർത്താവിൻ്റെ ശിക്ഷണം? ഇന്ന്
എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവാണെങ്കിൽ കർത്താവ് അവനോട് അല്ലെങ്കിൽ അവളോട് എങ്ങനെ ഇടപെടും? ആ രീതിയിൽ നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറണമെന്നാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുക. കർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, എൻ്റെ സ്ഥാനത്ത് കർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ആ കുഞ്ഞിനോട് പെരുമാറും? പരീക്ഷയിൽ തോറ്റു വന്നിരിക്കുന്ന ഒരു കുഞ്ഞിനോട് എൻ്റെ സ്ഥാനത്ത് കർത്താവ് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പെരുമാറും? അയൽപക്കത്തെ കൊച്ചുമായിട്ട് അടി നടത്തിയേച്ചു വന്നിരിക്കുന്ന എൻ്റെ മകനോട് അല്ലെ മകളോട് കർത്താവ് എൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പെരുമാറും? ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ചെയ്യാതെ രാവിലെ കിടന്നുറങ്ങുന്ന, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എഴുന്നേൽക്കുന്ന, ഒരു ജോലിക്കും പോകാത്ത എൻ്റെ കുഞ്ഞിനോട് എൻ്റെ സ്ഥാനത്ത് കർത്താവാണെങ്കിൽ എങ്ങനെ പെരുമാറും? വലിയൊരു ചലഞ്ചാണ് മാതാപിതാക്കളാകുന്നതിലൂടെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടെ പറയാം. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ഈ മക്കൾക്ക് അവസരം നൽകേണ്ട ഉത്തരവാദിത്വവും മാതാപിതാക്കളുടെ തന്നെയാണ്. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നിങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ്, മതാധ്യാപകരെല്ലാം സഹായിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്താനാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞേക്കാം. 2 വർഷം മുമ്പ് ഒരു ഇടവകയിൽ ഒരു കൊച്ചച്ഛനുമായിട്ട് സംസാരിക്കാനിടയായി. ഇതുപോലെ തന്നെ അവധിക്കാലമാണ്. കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞപ്പോൾ, എല്ലാ ദിവസവും രാവിലെ പിള്ളേരെ പള്ളിയിൽ കാണാതായപ്പോൾ, ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊച്ചച്ഛൻ സൺഡേ സ്കൂളിലെ പിള്ളേരെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് വിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. ഓരോ ക്ലാസ്സിൽ നിന്നും എത്ര കുഞ്ഞുങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് കണക്കെടുത്തു. എന്നിട്ട് ഈ കൊച്ചച്ഛൻ വികാരിയച്ഛൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നപ്പോൾ വികാരിയച്ഛൻ ചോദിക്കുക, കൊച്ചച്ഛൻ ഇന്ന് പിള്ളേരെ എല്ലാവരെയും വിളിച്ചിരുത്തിയായിരുന്നല്ലേ? ഇത് എന്നോടൊരു കൊച്ചച്ഛൻ പങ്കുവെച്ച അനുഭവം കേട്ടോ, എനിക്കുണ്ടായ അനുഭവമല്ല. എന്നോടൊരു കൊച്ചച്ഛൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഷെയറിങ് നടത്തിയപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, ശരിയാ, ഇന്ന് വിളിച്ചായിരുന്നു, പിള്ളേരെ ആരെയും അങ്ങനെ പള്ളി കാണുന്നില്ല ചാ, അതുകൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞു. കൊച്ചച്ഛനോട് വികാരിച്ചൻ പറയുക, ആ ഞാൻ സ്ഥലത്തില്ലായിരുന്നിട്ടും ഞാൻ വിവരം അറിഞ്ഞു. പേരൻസ് ആരാണ്ട് വികാരിച്ചനെ വിളിച്ച് കൊച്ചച്ഛൻ ഇതുവരെ പിള്ളേരെ പള്ളിയിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞെന്ന്. പള്ളിയിൽ ദിവസം പള്ളിയിൽ വരുന്നതിനെ കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 10 മിനിറ്റ് നേരം ഈ കുഞ്ഞുങ്ങളെ ദൈവാലയത്തിൽ കൊച്ചച്ഛൻ വിളിച്ചിരുത്തിയത് വലിയ അപരാധമായി മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. മാതാപിതാക്കൾക്ക് എങ്ങാണ്ട് പോകാനുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സമയത്ത് വിട്ടില്ല എന്ന് പറഞ്ഞ് വികാരിയച്ഛനോട് കയർക്കുന്ന മാതാപിതാക്കളെ കുറിച്ചാണ് ആ കൊച്ചച്ഛൻ വിഷമത്തോടെ എന്നോട് സംസാരിച്ചത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ നിന്ന്, ദൈവത്തിൻ്റെ ശിക്ഷണം നൽകുന്നതിൽ നിന്ന് മക്കളെ അകറ്റിക്കളയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല എന്നും പ്രിയപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഇവിടെ എൻ്റെ മുമ്പിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും പൗലോസ്ലീഹ ചെറിയ ഒരു ഉപദേശം നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. ചുമ്മാ അനുസരിച്ചാൽ പോരാ, ഈ മാതാപിതാക്കളെ നിങ്ങൾക്ക് നൽകിയത് കർത്താവാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നത് ഈ മാതാപിതാക്കളെ മാത്രമല്ല, ഇവരെ അനുസരിക്കുമ്പോൾ ഇവരെ മാത്രമല്ല ഞാൻ അനുസരിക്കുന്നത്, മറിച്ച്
എനിക്ക് ഇവരെ നൽകിയ ദൈവത്തെ കൂടെയാണ് ഞാൻ അനുസരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുവാൻ. ഇതാണ് പൗലോസ്ലീഹ കൊച്ചു മക്കൾക്ക് നൽകുന്ന ഉപദേശം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമാണ് സ്നേഹമുള്ളവരെ ആ വീടിനെ ഒരു ക്രിസ്തീയ കുടുംബമെന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കും. ബാക്കി എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും ഉണ്ട്. ആ കുടുംബങ്ങളെ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യം ഇതാണ്: എല്ലാം നടക്കുന്നത് കർത്താവിലാണ്. സഭ തൻ്റെ മണവാളനായ ഈശോ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കണം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. മക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം. അതോടൊപ്പം മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് മറ്റൊരു ഉപദേശം കൂടെ നൽകുന്നത് പൗലോസ്ലീഹ പറയുന്നത് മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നാണ്. പുറകെ നടന്ന് കമ്പാരിസൺ നടത്തി മറ്റു കുട്ടികളെ പോലെ ആകാൻ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാനും പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട് ക്രിസ്തീയ കുടുംബങ്ങളെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവികനായ പൗലോസ്ലീഹ, ദൈവിക മനുഷ്യനായ പൗലോസ്ലീഹ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഉപദേശം എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ യൂസർ മാനുവൽ. ഈ യൂസർ മാനുവൽ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തീയമായി തീരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം സാധാരണ കുടുംബങ്ങൾ മാത്രമാണ്, അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ക്രിസ്തീയതയിൽ ജീവിച്ച ഒരു കുടുംബത്തെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വചന പ്രഘോഷണം അവസാനിപ്പിക്കുക. ക്രിസ്തീയതയിൽ ജീവിച്ച ഒരു കുടുംബത്തെ, ആ കുടുംബത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. അവസാനം നിങ്ങൾ ആ പേര് എനിക്ക് പറഞ്ഞു തരണം. ആ കുടുംബത്തിലെ അപ്പൻ സ്വപ്നത്തിൽ പോലും സ്വർഗത്തിൻ്റെ ദൂത് കേട്ടവനാണ്. ആ കുടുംബത്തിലെ അമ്മ, അവള് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിയവളാണ്. ആ കുടുംബത്തിലെ പുത്രൻ, അവൻ ദൈവഹിതം അനുവർത്തിച്ചവനാണ് അങ്ങേയറ്റം. ഈ കുടുംബത്തിൽ ഈ പ്രത്യേകതകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ 3 പേരും തന്നെ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞവരാണ്, അത് മനസ്സിലാക്കിയവരാണ്, അത് അനുവർത്തിച്ചവരാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായവരാണ്, അവസാനം ലോകത്തിന് രക്ഷ നൽകാനായിട്ട് പ്രാപ്തരായവരാണ്. ആ കുടുംബത്തിൻ്റെ പേര് തിരുക്കുടുംബം. അവിടെ പിതാവായിരുന്നത് വിശുദ്ധ ഔസേപ്പിതാവാണ്, ഈശോയുടെ വളർത്തുപിതാവ്. അവിടെ മാതാവായി മാറിയത് പരിശുദ്ധ കന്യകാമറിയമാണ്, സ്വർഗം കൃപ നിറഞ്ഞവളെന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ കന്യകാമറിയം. പുത്രനായി അവിടെ അവതരിച്ചത് വചനമായ ഈശോ മിശിഹായാണ്. ഇവർക്ക് 3 പേർക്കും 3 തരത്തിൽ വെളിവായ ദൈവഹിതം. പരിശുദ്ധ കന്യകാമറിയത്തിന് ദൂതനിലൂടെ വെളിവായ ദൈവഹിതം, വിശുദ്ധ ഔസേപ്പിതാവിന് സ്വപ്നങ്ങളിലൂടെ വെളിവായ ദൈവഹിതം, തൻ്റെ പിതാവിൽ നിന്ന് നേരിട്ട് പുത്രന് വെളിവായ ദൈവഹിതം. ഇത് അനുവർത്തിക്കാൻ വേണ്ടി 3 പേരും അത് മനസ്സിലാക്കി ആ വഴി തിരഞ്ഞെടുത്തു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാൻ അവർ തയ്യാറായി. ഇതിൻ്റെ ഫലമായിട്ടാണ് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മളും ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുടുംബത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് കിട്ടിയ അവസരത്തെക്കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. വളരെ പ്രാക്ടിക്കലായി ഈശോ മിശിഹായുടെ സുവിശേഷം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന
അൽമായരായി തീരാനുള്ള ക്ഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതമെന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിലൂടെ, കുടുംബജീവിതം എന്ന വലിയ വിളി സ്വീകരിച്ചതിലൂടെ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഞങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് പോലെ തന്നെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ബാധ്യതയുള്ളവരാണ് നിങ്ങളും എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കേണ്ട രീതിയാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് വീട്ടിൽ പോയിരുന്ന് ഈ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം ഒരു തവണ വായിക്കാനും അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ കേട്ട വചനത്തെക്കുറിച്ച് എന്നവണ്ണം ഒരല്പം ധ്യാനിക്കാനും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുള്ള കുറവുകളെക്കുറിച്ച്, ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും ഭർത്താവിന് കൊടുക്കേണ്ട സമയവും ഒക്കെ പരിഗണനയും ഒക്കെ കൊടുക്കാതിരുന്നതിനെക്കുറിച്ച്, ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ സാധിക്കാതെ പോയ അവസരങ്ങളെക്കുറിച്ച്, മാതാപിതാക്കളെ കർത്താവിനെ പോലെ അനുസരിക്കാൻ സാധിക്കാതിരുന്ന അവസരങ്ങളെക്കുറിച്ച്, മക്കളെ പ്രകോപിപ്പിച്ചു പോയ അവസരങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം കൂടുതൽ നല്ല രീതിയിൽ, സുവിശേഷജന്യമായ രീതിയിൽ ഒരു ക്രിസ്തീയ കുടുംബം സ്ഥാപിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ടും നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകളടച്ച് ശാന്തമാകാം. നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാം. വിവാഹം എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകിയതിനെക്കുറിച്ച്, വിവാഹ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ചതിനെക്കുറിച്ച്, ഒരു നല്ല കുടുംബം നിർമ്മിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാം. എന്തെല്ലാം കുറവുകൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ കുറവുകളെ പരിഗണിക്കാതെ ഇത്രയും കാലം എന്നോടുകൂടെ ജീവിച്ചതിനെ ഓർത്ത് അവരെ നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഭാഗത്ത് നിന്ന് സ്നേഹത്തിലും പരിഗണനയിലും സമയത്തിലും ഒക്കെ ഉണ്ടായിപ്പോയിട്ടുള്ള കുറവുകളെ കുറിച്ചോർത്ത് ദൈവസന്നിധിയിൽ വെച്ച് ജീവിത പങ്കാളിയോട് ആത്മനാ നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവം നമുക്ക് വിശ്വസിച്ച് നൽകിയ നമ്മുടെ മക്കളെ ദൈവഹിതമനുസരിച്ച് വളർത്തുന്നതിൽ നമുക്ക് വന്നു പോയിട്ടുള്ള കുറവുകളെയും അതിൽ നമ്മൾ വിജയിച്ച സാഹചര്യങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യാം. അതോടൊപ്പം മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് അവരെ വളർത്തുന്നതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മുമ്പിൽ നല്ല മാതൃക കൊടുക്കുന്ന മാതാപിതാക്കളായി മാറുവാൻ, സ്നേഹമുള്ള മാതാപിതാക്കളായി മാറുവാനുള്ള വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ കുറവുകൾ നിറവുകളായി മാറുന്ന ചരിത്രമാണ് ബൈബിള് പറയുക. കാനായിലെ കല്യാണത്തിൻ്റെ സമയത്ത് വീഞ്ഞ് തീർന്നു പോയപ്പോൾ, അവിടെ കുറവുണ്ടായപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുറവിനെ തിരിച്ചറിയാനും അത് പുത്രൻ്റെ പക്കൽ കൊണ്ടുചെല്ലാനും സാധിച്ചു. അങ്ങനെ ആ കുറവ് പരിഹരിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ആശ്രയവും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് ക്ഷണിക്കാം. ഉണ്ടായിപ്പോയിട്ടുള്ള കുറവുകൾ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ആ കുറവുകളൊക്കെ നിറവുകളാക്കി പകർത്തണമേ എന്നും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തോടെ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്നും കൃപ നിറഞ്ഞവളായ മറിയത്തോട് നമുക്ക് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.